വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ്സുകളെ പറ്റി സംസാരിക്കാം. ഒരു നല്ല ഗ്രീറ്റിംഗ് കാർഡ് എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നതിനെപ്പറ്റി 2 വീഡിയോകൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ ഇടുന്നുണ്ട്. എന്നാൽ ഒരു കാർഡ് പേഴ്സണലൈസ് ചെയ്യാൻ വളരെ സഹായകമായിരിക്കും ബാക്ക്ഗ്രൗണ്ട് നീക്കം ചെയ്ത ഒരു ഇമേജ് കയ്യിലുണ്ടെങ്കിൽ. canva.com കാർഡുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റെ ഫേവറേറ്റ് സൈറ്റാണ്. നമ്മുടെ സാധാരണഗതിയിലുള്ള ആവശ്യങ്ങൾക്ക് അതിൻ്റെ ഫ്രീ വേർഷൻ ധാരാളം മതി. ഉദാഹരണത്തിന് ഇത് canva.comലുള്ള ഒരു ഗ്രീറ്റിംഗ് കാർഡ് ടെംപ്ലേറ്റാണ്. എനിക്ക് എൻ്റെ ഗ്രാൻഡ് സണ്ണിന് ഒരു പേഴ്സണലൈസ് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത അവൻ്റെ ഇമേജ് മാത്രമായിട്ട് വേണം. സ്ക്രീനിൽ കാണുന്നത് അവൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന ഇമേജാണ്. ഈ ഇമേജിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ക്യാൻവയിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ അതൊരു പ്രീമിയം യൂട്ടിലിറ്റിയാണ്, കാശ് കൊടുക്കണം. ഓൺലൈൻ ഫ്രീ ബാക്ക്ഗ്രൗണ്ട് റിമൂവൽ അഡ്വർടൈസ് ചെയ്യുന്ന ചില സൈറ്റുകളുണ്ട്. എന്നാൽ നമ്മുടെ ഫോട്ടോ അത്തരം സൈറ്റുകളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ആശങ്കകളുണ്ടാവാം. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ നമുക്ക് ഫ്രീ ആയി ലഭിക്കുന്ന പെയിൻറ്റ് 3D എന്ന സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് മാറ്റുന്നതിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഡെസ്ക്ടോപ്പിലുള്ള സെർച്ച് വിൻഡോസിൽ പെയിൻറ്റ് 3D എന്ന് ടൈപ്പ് ചെയ്താൽ ഈ സോഫ്റ്റ്വെയർ ലിസ്റ്റ് ചെയ്ത് കാണാം. അത് ക്ലിക്ക് ഓപ്പൺ ചെയ്യുക. പെയിൻറ്റ് 3D എഡിറ്ററിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എസ് എ ക്യാൻവാസ്. ഇതൊക്കെ നമുക്ക് അൺഡു കൊടുത്ത് മാറ്റാം, അല്ലെങ്കിൽ Ctrl+Z ഉപയോഗിക്കാം. നമുക്ക് വേണ്ടത് ഈ ക്യാൻവാസിലേക്ക് നമ്മൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് കോപ്പി ചെയ്യണം. ഉദാഹരണത്തിന് ഇതാണ് എനിക്ക് എഡിറ്റ് ചെയ്യേണ്ട ഇമേജ്. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഇമേജ് ഇതാണ്. അത് ഒന്നുകിൽ എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്ത് ഇത് ഈ ക്യാൻവാസിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്യാൻവാസിൽ ഓപ്പൺ ആവും. ഇനി ഇവിടെ നോക്കുക, മാജിക് സെലക്ട് എന്ന ഈ ഓപ്ഷനാണ് നമുക്ക് എടുക്കേണ്ടത്. ഇനി ഈ ഇമേജ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമുക്ക് റിമൂവ് ചെയ്ത് നോക്കാം. ഈ ആളെയൊന്നും നമുക്ക് ആവശ്യമില്ല. അതുപോലെ ഈ ട്രെയിനും നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റാം. എന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ ഈ കാണുന്ന ഇമേജസ്, ഈ ഗ്രൗണ്ട്, ഇതൊക്കെ ബാക്കി നിൽക്കുകയാണ്. അത് എങ്ങനെ റിമൂവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ചിത്രം ഈ ചെറിയ ഫ്രെയിമിലേക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം ഇവിടെ നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഈ സോഫ്റ്റ്വെയർ നമുക്കായിട്ട് ഒരു സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതൊന്ന് വലുതാക്കി നോക്കാം. നമുക്ക് ഈ ക്യാൻവാസ് കുറച്ചും കൂടി വലുതാക്കിയാൽ ഇത് കാണാം. ഈ നീല നിറത്തിലുള്ള വരകൾക്കുള്ളിലുള്ള ഇമേജാണത് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, തലയിൽ മുടി ഉള്ള ഭാഗമൊന്നും സെലക്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇവിടെ 2 ടൂൾസ് ഉണ്ട്. ഒന്ന് ആഡ് ചെയ്യാനും ഒന്ന് റിമൂവ് ചെയ്യാനും. നമുക്ക് ആഡ് അവൈലബിൾ ആക്കുന്ന ഈ പെൻസിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഈ തലയുടെ ഭാഗത്ത് ഒന്ന് മാർക്ക് ചെയ്യുക. അത് കൃത്യമായിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും നമ്മൾ ചെയ്യേണ്ട. അതിൻ്റെ മുകളിൽ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്താൽ മതി. ഇപ്പോൾ വേറൊരു കാര്യം കാണുന്നത്, ഈ ചെവി ഇവിടെ കാണാനില്ല. അവിടെ ഒന്ന് ടച്ച് ചെയ്ത് നോക്കുക. ഇവിടെ
വീണ്ടും ഈ മുടിയുടെ മുകൾ ഭാഗം, ഇപ്പം തല ഏകദേശം ശരിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഇമേജ് ഈ ഫ്രെയിമിൽ മൂവ് ചെയ്യാൻ വേണ്ടി സ്ലൈഡേഴ്സ് ഉണ്ട്. ഈ കാല് നോക്കുകയാണെങ്കിൽ കാലിൻ്റെ ഈ ടോ ഇവിടെ സെലക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിപ്പം ആഡ് ടൂളാണോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്, അത് വെച്ച് ഈ ഭാഗം ചെറുങ്ങനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ചെരുപ്പ് വന്നു, കാലും വിരലും ഒക്കെ പുറത്ത് കാണുന്നു. അതിൻ്റെ കൃത്യമായ ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കേണ്ടതില്ല. ഇനിയിപ്പോൾ ഒരു പ്രശ്നം കാണുന്നത് ഇവിടെ ഈ കൈക്കും ബോഡിക്കും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്, അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഈ ഇമേജ് ഒന്നും കൂടി വലുതാക്കി നോക്കാം. ഇത് റിമൂവ് ചെയ്യണം. ഈ വിരലുകൾക്കിടയിൽ കാണുന്ന ഈ ഭാഗവും റിമൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ റിമൂവ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുക്കുക. അത് റിമൂവ് ആയിട്ടുണ്ട്. ഇനി വിരലുകൾക്കിടയിൽ ആ കൈ കംപ്ലീറ്റ് പോയി കളഞ്ഞ്. അപ്പോൾ നമുക്ക് അൺഡു ചെയ്യാം അത്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി. ഇതൊന്ന് സ്ലൈഡർ പൊക്കി, സ്ലൈഡർ വലിച്ച് തലയുടെ മാർജിൻ മുടി ഇൻക്ലൂഡായിട്ടുണ്ട്, ബോഡിയും ഇൻക്ലൂഡായിട്ടുണ്ട്. ചെരുപ്പിൻ്റെ ഈ ഭാഗം വിസിബിൾ അല്ല. അപ്പോൾ അത് ഒന്ന് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ആഡ് ടൂൾ സെലക്ട് ചെയ്ത് അത് അവിടെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗവും വന്നു കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഏകദേശം കംപ്ലീറ്റാണ്. ഇനിയിപ്പോൾ ഇമേജ് ചെറുതാക്കാം. ഇത്ര വലിയ ഇമേജ് കുറച്ച് ചെറിയ ഇമേജാക്കി നമ്മൾ. ഇനി അടുത്തത് ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് പ്രസ് ചെയ്തോടുകൂടിയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് ഒരു ഇമേജ് അപ്പിയർ, അതിനെ നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇതിൽ നിന്ന് പുറത്ത് വെക്കുക. ഇപ്പോൾ കാണുന്നില്ല, ഇതിന് ഇവിടെ കാണാം, ഇതിന് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ഇമേജാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഫോട്ടോയിൽ നിന്ന് ഈ ഇമേജിനെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഇമേജിനെ നമ്മൾ മാറ്റി ഇവിടെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ കോപ്പി ചെയ്യണം, കാരണം ഇതിനെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാനുള്ളതാണ്. ഞാനതിനെ കോപ്പി ചെയ്ത്. ഇനിയിപ്പോൾ ഈ ആദ്യം നമ്മൾ ഉപയോഗിച്ച ക്യാൻവാസ് നമുക്ക് ആവശ്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ഫയൽ അങ്ങോട്ട് ഓപ്പൺ ചെയ്യും. ഇത് ഓപ്പൺ ചെയ്യുമ്പം പഴയത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ഡോണ്ട് സേവ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയ ക്യാൻവാസ് റിക്വസ്റ്റ് ചെയ്ത് ക്യാൻവാസ്. ഇനി ഇതിലേക്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ച ഇമേജ് പേസ്റ്റ് ചെയ്യണം. ഈ ഇമേജ് ഇവിടെ തന്നെ ഉണ്ട്, അതെവിടെയും പോയിട്ടില്ല. ഇതിനെ നമ്മൾ ചെറുതാക്കി ഇതിനെ ഇമേജ് ഡ്രാഗ് ചെയ്ത് ഈ ക്യാൻവാസിൻ്റെ മിഡിലായിട്ട് വെച്ച് എന്നിട്ട് ഇതിനെ ഒന്ന് നമുക്ക് വലുതാക്കി നോക്കാം. ക്യാൻവാസ് ഇപ്പോൾ നമ്മുടെ ഇമേജ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരു ക്യാൻവാസിൽ വന്നിരിക്കുന്നു. ഇനി ഈ ബാക്ക്ഗ്രൗണ്ടിനെ നമുക്ക്, ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, അതിനെ നമുക്ക് ട്രാൻസ്പാരൻ്റ് ആക്കണം. അതിനുവേണ്ടി ഈ ക്യാൻവാസ് സെലക്ട് ചെയ്ത് ട്രാൻസ്പാരൻറ്റ് ക്യാൻവാസ് ഓപ്പൺ ചെയ്യണം. അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇതൊരു ട്രാൻസ്പാരൻ്റായ ക്യാൻവാസാണ്. ഇതിനെ മിഡിലോട്ടാക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്യണം.
സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സേവ് കൊടുക്കുക. സേവ് ആസ് ഇമേജ് സെലക്ട് ചെയ്യുക. ഈ ചെക്കേർഡ് ബാക്ക്ഗ്രൗണ്ട് കാണിക്കുന്നത് ഒരു ട്രാൻസ്പാരൻ്റ് ഇമേജ് ആണെന്ന്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യാം. PNG ഇമേജ് നമ്മൾ സേവ് കൊടുക്കുമ്പോൾ ഫയൽ നെയിം ഇവിടെ ചോദിക്കുന്നു. ഞാൻ ആ ഫയലിന് ഒരു പേര് കൊടുക്കുന്നു. ഒരു ട്രാൻസ്പാരൻ്റ് ആണെന്ന് കാണിക്കാൻ ഒരു TR എന്നുള്ള ഒരു ടേമും കൂടി ഇൻക്ലൂഡ് ചെയ്തൊരു പേര് കൊടുക്കുന്നു. നൗ ദിസ് ഈസ് അവൈലബിൾ ഓൺ മൈ ഡെസ്ക്ടോപ്പ്. ഇനി ഈ ക്യാൻവാസ് നമുക്ക് ആവശ്യമില്ല, നമ്മളിത് ക്ലോസ് ചെയ്യാം. ഇത് സേവ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇമേജ് നമ്മൾ ഓൾറെഡി സേവ് ചെയ്തതിന് ഡോണ്ട് സേവ് കൊടുക്കുന്നു. ഇനി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഫയലാണ്, ട്രാൻസ്പാരൻ്റ് ഇമേജ് കാണിക്കുന്ന ഫയലാണിത്. ഇത് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ കാണാം. ഇനി ഈ ഫയൽ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു കാർഡ് ഉണ്ടാക്കാനെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ ടു ക്യാൻവ. ഇതിൽ ഒരു കാർഡിൻ്റെ ടെംപ്ലേറ്റാണിത്. ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ഫയൽ ട്രാൻസ്പാരൻ്റ് ഇമേജ്, ഒന്നുകിൽ നമുക്ക് ഈ അപ്ലോഡ് പോയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം ഈ ഫയലിനെ. നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലോഡ് പോയി ആ ഫയൽ അപ്ലോഡ് മീഡിയ കൊടുത്ത് നമ്മളെ ഫയൽ സെലക്ട് ചെയ്ത് ഇവിടത്തേക്ക്, ഫോർ എക്സാമ്പിൾ ഇതാണ് നമ്മളിപ്പോഴുണ്ടാക്കിയ ഫയൽ, അതിവിടെ അപ്ലോഡ് ചെയ്യാം. ഫയൽ സെലക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അത് eventually will get updated. So the transparent image ഇവിടെ എത്തിക്കഴിഞ്ഞ്. So this is the image. ഇത് നമ്മളുടെ ആവശ്യത്തിന് കണക്കായിട്ട് നമുക്ക് എവിടെ വേണം പ്ലേസ് ചെയ്യാം. ഇതിൻ്റെ സൈസ് കൂട്ടാം, വലുതാക്കാം. യു ക്യാൻ പ്ലേസ് ഹിം ഹിയർ. ഞാൻ പറഞ്ഞതുപോലെ ഇമേജ് വലുതാക്കാം. പിന്നെ ഐ ക്യാൻ ആഡ് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. സപ്പോസ് ഐ വാണ്ട് ടു സേ ഹാപ്പി ബർത്ത്ഡേ. നമ്മളുടെ പേഴ്സണൽ മെസ്സേജ് ആക്കാം. ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം. അതെങ്ങനെ വേണം പ്ലേസ് ചെയ്യാം. ഇനി ഇതിനൊരു മ്യൂസിക് ആഡ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ആഡ് ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ച മ്യൂസിക് ഉണ്ടാവും. അതിൽ ഓഡിയോ സെലക്ട് ചെയ്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള മ്യൂസിക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഈ ടെക്സ്റ്റ് ഫോണ്ട് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. അതിന് ഈ ടെക്സ്റ്റിന് അനിമേഷൻ കൊടുക്കാം. പിന്നെ ഇവിടെ അനിമേറ്റഡ് എലമെൻറ്റ്സ് സെലക്ട് ചെയ്ത് ഇവിടെയും ഇതിൽ ആഘോഷമാക്കാം. പിന്നെ ഇതിപ്പോൾ 9 മിനിറ്റാണ് ഈ ക്ലിപ്പ്, ഹാപ്പി ബർത്ത്ഡേ ക്ലിപ്പ് 9 മിനിറ്റ് ആയത്. ഇത് 9 മിനിറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് കണക്കായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ പോയിട്ട് എലമെൻസിൽ ന്യൂയോർക്ക് സെലക്ട് ചെയ്താൽ ന്യൂയോർക്ക് സിറ്റിയിലുള്ളൊരു സ്ട്രീറ്റാണിത്. എനിക്ക് വേണമെങ്കിൽ ഇത് ബാക്ക്ഗ്രൗണ്ടാക്കി മാറ്റാം.
I can place him here. കോപ്പി ചെയ്ത് ഇവിടെ ഈ പേജിൽ പ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ ഈ സ്ട്രീറ്റ് കോർണറിൽ റോഡിൻ്റെ മറുവശത്ത് നിൽക്കുന്ന പോലെ കാണിക്കാം. അതുപോലെ ഇവിടെയുള്ള ഈ ഇമേജിനെ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഫ്ലിപ്പ് ചെയ്ത് മറുവശത്തോട്ട് നോക്കുന്നത് പോലെ ഫ്ലിപ്പ് ചെയ്ത് ഇമേജിൻ്റെ എവിടെ വേണം നിർത്താം. ഇത്തരം ട്രാൻസ്പാരൻ്റ് ഇമേജ് നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് കമ്മ്യൂണിക്കേഷനും നിങ്ങളുടെ കാർഡുകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ തന്നെ ഇമേജും ഉപയോഗിക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ഹോപ്പ് ദിസ് വീഡിയോ ഹാസ് ബീൻ informative and useful. We have already published 6 YouTube videos on editing and formatting of images, videos and text in Canva. 2 of these videos are specifically about making of beautiful cards. We have provided the link of the playlist in the description section. Hope this also would be of help. Please share these videos. If you have not already subscribed to our channel, please subscribe now so that I can notify you when I am ready with the next video. Thank you for watching. Corona is still around. Watch against Corona and be safe. See you soon.